കുറച്ച് ദിവസമായിട്ട് എന്നെ ആരും സംഖ്യ എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ സംഖ്യ എന്ന് വിളിക്കാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. എനിക്കൊരു സംശയം ചോദിക്കുകയാണ് നിങ്ങളോട്. ഇന്ന് നമ്മുടെ കേരളം മുഴുവൻ ബന്ദാക്കി അടച്ചിട്ടിരുന്നല്ലോ. അപ്പോൾ ഈ അടച്ചിട്ടിരുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ നേട്ടം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. ഇന്നിപ്പോൾ അറിയാൻ പറ്റില്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞ് അറിയാൻ പറ്റും എന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സമരങ്ങളിലൂടെയും എന്താണ് സത്യാഗ്രഹങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിന്ന് നേടിയെടുത്ത പലതും എന്നാണ് ഇവർ സാധാരണഗതി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷം ഇതുപോലെയുള്ള പാർട്ടിക്കാരെ നടത്തിയിട്ടുള്ള എത്ര സമരം അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണല്ലോ സമരം നടത്തുന്നത്. അപ്പം ഭരിക്കുന്നവർ ഇവർ പറയുന്ന എത്ര കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കേരളം മുഴുവൻ ആളുകളെ ബലപ്രയോഗത്തിലൂടെ വീട്ടിയിരുത്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ഗുണ്ടായുസത്തിലൂടെയാണ് വീട്ടിയിരുത്തിയത്. ഓട്ടോ എടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാനായിട്ട് പോയവരെല്ലാം ഗുണ്ടായുസം കാണിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട് വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചോളാം. ഇനി റോഡിലോട്ട് ഇവരെയൊക്കെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പോയിട്ട് അത്രയും വലിയ ബലപ്രയോഗത്തിലൂടെ ആളുകളെ വീട്ടിലിരുത്തിച്ചിട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്ത് നേട്ടം അതുകൊണ്ട് ഉണ്ടായി എന്നറിയാനുള്ള ഒരു സാധാരണ പൗരന്റെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അവകാശമായിട്ട് നിങ്ങളത് കാണണം. ഇന്നറിയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, 10 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ നേട്ടം എന്താണെന്ന് ഒന്ന് ആരെങ്കിലും ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം ഞാൻ കേരളത്തിലില്ല, അതുകൊണ്ടാണ്. ഞാൻ ഈ സമരവും ഇതുപോലെയുള്ള എന്താ പറയുന്നത്, ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്താണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, ഇന്നത്തെ ദിവസം എനിക്ക് നല്ല കുശാലായിരുന്നു. 12,000 രൂപയ്ക്ക് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റി. ജോലി കഴിഞ്ഞ് റൂമിൽ വന്നൊരു ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാനായിട്ട് പറ്റി. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടിയില്ല കേട്ടോ. ഇന്ന് എല്ലാവരുടെയും ഒരു ദിവസം ജോലി പോയി. ഈ ഒരു ദിവസം ജോലി പോയത് കൊണ്ട് നമ്മൾ വിചാരിക്കും ആർക്കൊന്നും നഷ്ടപ്പെടാമെന്ന് പോകുന്നു. പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ദിവസം ജോലിയൊന്നും ജോലി ചെയ്ത് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് പല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഇന്നത്തെ ഈ സമരം കൊണ്ട് ആകെ നേട്ടം ഉണ്ടായെന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന് നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ശമ്പളം കിട്ടുമായിരിക്കും. പിന്നെ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പാർട്ടിക്കാർക്ക് നേട്ടം ഉണ്ടാവും. കാരണം അവർക്ക് വീട്ടിൽ ഇരിക്കാമല്ലോ, ഒരു ദിവസം റെസ്റ്റ് എടുക്കാം. അല്ലാതെ സാധാരണക്കാരുടെ ആൾക്കാർക്ക് എന്താണ് ഇതുകൊണ്ട് ഉപയോഗം? ഗുണ്ടായുസത്തിലൂടെ ഈ കാണിക്കുന്ന ഈ ഒരു കോപ്രായത്തിലുള്ള ആളുകൾക്ക് എന്താണ് അതുകൊണ്ടുണ്ടായ നേട്ടം? ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു നേട്ടം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഏട്ടാ. പിന്നെ ഈ ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് സമരം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പോയി ജോലിക്ക് പോകാൻ, കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്ത്. അപ്പം അവരുടെ സ്വാതന്ത്ര്യത്തിലോട്ട് നിങ്ങൾ കടന്നു കയറിക്കൊണ്ട് അവരെ തല്ലുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് നീ ഇന്ന് ജോലിക്ക് പോകണ്ട, ഇന്ന് ഞങ്ങളുടെ പാർട്ടി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നീ ജോലിക്ക് പോകണ്ട, നീ വീട്ടിൽ പോയി ഇരുന്നായി, നിന്റെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിൽ വെക്കണ്ട എന്ന് പറയുന്നത് ഒരു ഗുണ്ടായുസമല്ലേ? അതാണോ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ നാഴികയ്ക്ക് 40 തൊട്ട് ഇങ്ങനെ വിളിച്ചു പറയണം? അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പലതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉടനെ നമ്മളെ സംഖ്യയാക്കും. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. എങ്ങനെയാണ്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചങ്ങ് സംഖ്യ ആയിക്കളെ. അതാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അങ്ങനെ ആരും ഒന്നും പ്രതികരിക്കാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അങ്ങ് സംഖ്യ ആയിപ്പോവും. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഈ സമരവും ഈ ഹർത്താലൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ കാലം കൊണ്ട് സൗദി അറേബ്യയിലാണ്. അവിടെ ഇതുപോലെയുള്ള തെമ്മാടിത്തനങ്ങളൊന്നും ഈ രാജ്യത്ത് നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു രസമാണ് കേട്ടോ. നമ്മളെ കയ്യിൽ അത്യാവശ്യം ഒരു ദിവസത്തെ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ ഈ സമരമൊക്കെ ഭയങ്കര രസമാണ്.